قال الله تعالى ليزدادوا إيمانا مع إيمانهم. അവരുടെ ഈമാൻ നിലവിലുള്ള ഈമാനോട് കൂടെ വർദ്ധിക്കാൻ വേണ്ടി, അവരത് കൂട്ടാൻ വേണ്ടി എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ നിലവിലുള്ള ഈമാനേക്കാൾ ഈമാൻ കൂടും. വസിദ്നാഹും ഹുദാ, സൂറത്തുൽ കഹ്ഫിലുള്ള ഒരായത്താണിത്. ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദുഅ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അതിൽ വസിദ്നാ ഹുദ, അവിടെ അല്ലാഹു തആല വസിദ്നാ, നമ്മൾ കൂട്ടിയഹും അവർക്ക് ഹുദ, ഹുദയെ കൂട്ടി എന്ന് പറഞ്ഞാൽ ഈമാനെ കൂട്ടി, അതല്ല ഹുദ. അപ്പൊ ഈമാൻ ഇങ്ങനെ കൂടും കുറയും ചെയ്യുന്ന ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദത്തുഹും ഈമാനാ. കണ്ടോ, അള്ളാഹിന്റെ ആയത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകളുടെ ഈമാന്റെ റേഞ്ച് ഇങ്ങനെ കൂടുന്നു കുറവ്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പൊസിഷനിലാവൂല, ഇങ്ങനെ കുറയും ചെയ്യും കൂടും ചെയ്യും. അതുകൊണ്ടല്ല മഹാനായ ഹൻളല റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബിയിന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പങ്കെടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോയിരുന്നപ്പോൾ ഭയങ്കര കരച്ചിലാണ്ട് ശക്തി കൂടി. സ്വഹാബാക്കളിൽ ചില ആളുകൾ കരച്ചിൽ കേട്ട് വന്ന് നോക്കുമ്പോൾ വീട്ടിൽ നിന്നിട്ട് ഹൻളല പൊട്ടിക്കരയാണ്. എന്താണ് ഹൻളല, എന്താ പ്രശ്നം എന്ന് വെച്ച്, എനിക്ക് ഈമാൻ ഇല്ല, ഞാൻ മുനാഫിക്കാണ് എന്ന് പറഞ്ഞു. സ്വഹാബാക്കളൊക്കെ ബേജാറൊക്കെ നിങ്ങൾ നാഫഖ ഹൻളല എന്ന് പറഞ്ഞ കാര്യമാണ്. എന്താ കുട്ടി, എന്താ പ്രശ്നം എന്ന് വെച്ച്, ഞാന് പള്ളിയിൽ ഇരുന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തിങ്ങനെ നോക്കിയിട്ട് ആ വാള് കേട്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ കൽബിന് ഒരു തരിപ്പ്, ഒരു കുളിര്, ഒരു ബേജാറ്, ഒരവസ്ഥ കണ്ടാലുണ്ട്. പരിയില് കുട്ടികളും പെണ്ണുങ്ങളുടെ ഇടയിൽ എന്നാലും അതില്ല. അപ്പൊ അതിന്റെ അടുത്ത് എന്റെ കൽബ് കാലിയാണ്. ഈമാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെ ആവണ്ടേ എന്നാണ് ഹൻളല റളിയല്ലാഹു അൻഹുവിന്റെ സംശയം. കൽബില് ഈമാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഒരുപോലെ ആവണ്ടേ, എനിക്ക് കിട്ടണില്ല. പള്ളിയിൽ സാസിലിരിക്കണ അതേ അവസ്ഥ എനിക്ക് പരിയിൽ വന്നപ്പോ ഉണ്ടാകണില്ല. അപ്പൊ എന്റെ കൽബ് ഈമാൻ ഇല്ലാത്ത കൽബാണ്, ഞാൻ മുനാഫിക്കാണ് എന്ന് പറഞ്ഞു കാര്യമാണ്. വന്ന സഹാബാക്കൾക്ക് എന്ത് പറയണമെന്നറിയാത്ത അന്താളിപ്പായി. അവര് നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൻളല വീട്ടിൽ ഭയങ്കര കരച്ചിലും മുടിച്ചിലുമാണ്, ഒരു മുണ്ടാട്ടില്ല, നലും വിളിയണെന്നല്ല. എന്താന്ന് വെച്ചാൽ ഈമാൻ ഇല്ല, ഞാൻ മുനാഫിക്കാണ് എന്ന് പറഞ്ഞ കാര്യമാണ്. ഒന്നിങ്ങോട്ട് വിളിച്ചോണ്ടിരുന്ന എന്താണ് ഹൻളല എന്ന് വെച്ച് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയെ, ഞാനും മജ്ലിസിൽ വന്നിരുന്നിട്ട് നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് വേളിങ്ങനെ വെക്കുമ്പോ എന്റെ മനസ്സിൽ നല്ല ഈമാൻ ഉണ്ടാകലുണ്ട്. എനിക്ക് ബേജാറും പേടിയും ആഹറും മാഷറിയൊക്കെ ഇങ്ങനെ വരവുണ്ട്. പക്ഷെ പരിയിൽ പോയിട്ട് കെട്ടിയോളും കുട്ടികളുടെ അടിയിലാണെങ്കിൽ ചോറ്, ഭക്ഷണം, കുട്ടികളോട് ചിരി, കളി, ഇങ്ങനെയുള്ള ഒരവസ്ഥ ഉള്ളത്. അപ്പൊ എന്റെ ബേജാറ് കൂടിയാണ്, എനിക്ക് ഈമാൻ ഇല്ലല്ലോ മുത്തനബിയെ എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് മറുപടി ഉണ്ട്. ഹൻളല, കൽബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അതാണ്. ഒരേ അവസ്ഥയിൽ നിൽക്കൂല, എങ്ങനെ മാറിക്കൊണ്ടിരിക്കും. കൽബെങ്ങാനും എന്റെ മജ്ലിസിൽ നിനക്കുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ ഈമാന്റെ ഗ്രാഫ് പൊന്തിയിട്ട് തന്നെയാണ് ഏത് സമയത്തുള്ളതെങ്കിൽ നിങ്ങളൊക്കെ മലക്കുകളുടെ കൈ പിടിക്കൂലെ ഹൻളല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എങ്ങനെ കുറയും? അപ്പൊ ഈമാൻ കുറയുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ട് കൂടുന്ന അവസ്ഥയിൽ ഇങ്ങനെ നമ്മൾ സാഹസിക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ കുറയാതെ നിലയേക്കാളുള്ള ഏറ്റവും നല്ല മാർഗം. പിന്നെ ഈ മഹാൻ എങ്ങനെ വഫാത്തായെന്ന് അറിയോ? അവര് യുദ്ധത്തിൽ ഷഹീദായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, ഹൻളലനെ ആകാശത്ത് നിന്ന് മലക്കുകൾ വന്നിട്ട് കുളിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് അറിയില്ല. ഹൻളലന്റെ ശരീരത്തിന് മുഴുവനും വെള്ളം ഒഴുകുന്നുണ്ട്, മലക്കുകൾ കുളിപ്പിക്കുന്നത് ഞാൻ ലൈവായി കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ച ഉണ്ട്, ഷഹീദിനെ കുളിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. അതിനെ മറുപടി നമുക്ക് കുളിപ്പിക്കാൻ പറ്റൂല, ഫിഖഹിൽ കുളിപ്പിക്കാൻ പറ്റൂല, ഷഹീദിനെ കുളിപ്പിക്കാൻ പറ്റൂല. അവരാ രക്തമായിട്ട് തന്നെയാണ് പോകേണ്ടത്, അതുകൊണ്ട് അവർക്ക് കുളിപ്പിക്കാൻ പറ്റൂല. എന്നാൽ മലക്കുകൾ കുളിപ്പിച്ചത് പിന്നെ നമ്മളെ ഫിഖ് അല്ലല്ലോ, അത് ആദരവിന്റെ ഭാഗമായിട്ട് അവർക്ക് കുളിപ്പിക്കാമല്ലോ. അപ്പൊ മലക്കുകൾ ഈ മഹാനെ, ഏത് മഹാൻ നേരത്തെ പരിയ പോയിട്ട് ഇമാലാറുകൊണ്ട് കാരണം ഈ മഹാനെ കുളിപ്പിക്കുന്നത് കണ്ടു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഹൻളലന്റെ ഭാര്യയോട് പോയി ചോദിച്ചു നോക്കി, എന്താ വിശേഷം എന്ന് പോയി ചോദിച്ചോക്കാൻ പറഞ്ഞു. അപ്പൊ സഹാബാക്കൾ ഓടിപ്പോയി സഹധർമ്മിണിയോട് ചോദിച്ചു, നിങ്ങളെ പുതിയാപ്പിളിനെ
ഷഹീദായി കിടക്കണം, മലക്കുകൾ കുളിപ്പിക്കുന്നുണ്ട് എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളോട് രഹസ്യം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നും പറഞ്ഞു. അപ്പോഴാണ് നിറകണ്ണുകളോടെ സഹധർമ്മിണി പറഞ്ഞത്, ഞാനും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യുദ്ധത്തിന്റെ വെളിയാളം വന്നത്. അപ്പൊ എന്റെ ശരീരത്തിൽ നിന്ന് എണീറ്റിട്ട് വാളെടുത്ത് ഓടിയതാണ്, എന്റെ പുതിയാപ്പള ജനാപത്തുകാരനാണ് എന്ന് ഹന്നലാന്റെ സഹധർമ്മിണി പറഞ്ഞു. ആ രംഗൊന്ന് ആലോചിച്ച് നോക്കണേ. അയാള് പറയേണ്ട സംഗതി അല്ലല്ലോ, അതൊന്ന് ചിന്തിച്ചു നോക്കാണ്. നമ്മള് എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ നമ്മൾ പറയും ഞാൻ തിരക്കിലാണ്. ഇത് എന്തൊരു തിരക്കാണ്, ലോകത്തെ ഏറ്റവും വലിയ തിരക്കല്ലേ ഈ തിരക്ക്. ഭാര്യന്റെ ശരീരത്തിൽ കിടക്കുന്ന സമയത്ത് യുദ്ധത്തിന്റെ വെളിയാളം വന്നപ്പോ നീച്ചിട്ട് അപ്പുറത്ത് റൂമിൽ നിന്ന് വാളെടുത്തിട്ട് ഓടി എന്ന് പറഞ്ഞാൽ അവരെ കൽബിലുള്ള ഈമാൻ എത്രയാണ്. ആ മഹാൻ വഫാത്തായപ്പോഴുള്ള അവരുടെ കറാമത്താണത്. മലക്കുകൾ മയ്യത്ത് വിളിപ്പിച്ചു മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ഈമാൻ എപ്പോഴും ഒരുപോലെ കൂല. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഈ കസാരയിൽ ഇരിക്കുന്ന സമയത്ത് എനിക്കുള്ള അവസ്ഥ ഇവിടുന്ന് പോയാണ്ടാവില്ല, നിങ്ങൾക്ക് കടയിൽ പോയാണ്ടാവില്ല. ഒന്ന് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ചിലത് ഒന്നായിട്ട് കുറയും, ചിലർക്ക് ഒന്ന് ഇങ്ങോട്ട് കുറയും. അതങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ നിലയേക്കാളുള്ള ഏറ്റവും നല്ല മാർഗം എന്താ വെച്ചാൽ എപ്പോഴും ഈമാൻ കുറയാത്ത അവസ്ഥയിൽ ഇങ്ങനെ സഹവാസം, അതിന്റെ സംസാരം എപ്പോഴും അതാണ്. പഴയ കാലത്ത് ചില മഹാന്മാർ ഗാന്ധിജിയെ കുറിച്ച് അങ്ങനെ പറയേണ്ടത്. പിന്നെ ഈമാനും ഇസ്ലാം എന്നല്ലാത്ത രൂപത്തിലാണെങ്കിൽ മൂപ്പരുടേതായ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ മൂപ്പര് ഹൃദയം പതറാതെ ഉറച്ചിട്ടുണ്ടോന്ന് അറിയാൻ മൂപ്പര് ചെയ്തിരുന്ന ഒരു പണി സാസിൽ ഉദ്ധരിക്കാൻ പറ്റൂല. പക്ഷെ ആർക്കും അറിയാത്ത ചില സംഗതികളൊക്കെ ഉണ്ടായിരുന്നു. എന്താ പറയുക, സുന്ദരി പെണ്ണുങ്ങളെ കൊടുന്ന് കെടുത്തുക, എന്നിട്ട് ഇടയിൽ മൂപ്പര് കെടുക്കുക. വായിച്ചിട്ടുണ്ടോ? ആ, സുന്ദരി നല്ല നല്ല ഭംഗിയുള്ള സുന്ദരി പെണ്ണുങ്ങളെ ഒപ്പം കെടുക്കുക, എന്നിട്ട് ഗാന്ധിജി ഒപ്പം കെടുക്കുക. എന്തേ? സൗകര്യം സാഹചര്യം ഉണ്ടാവുമ്പോ അബദ്ധം സംഭവിക്കുമെന്ന് തന്നെ കുറിച്ച് പരിശോധിക്കുക. ഇതിന് പോണ്ടട്ടാ, നമ്മള് പോണ്ട. ഇന്ന് നല്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു എന്ന് പറയാൻ നിൽക്കരുത് കേട്ടോ. ഇതിനൊന്നും നമ്മള് പോണ്ട. നമ്മളോട് അള്ളാഹ് വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. വ്യഭിചരിക്കരുത് എന്നല്ല ഖുർആൻ പറയണേ, വലാ തഖറബു സിനാനാണ്. വ്യഭിചാരവുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലേക്ക് അടുത്തു വരുന്നത്. കാരണം ഈ സംഗതി എന്ന് പറഞ്ഞാൽ, സെക്സ് എന്ന് പറഞ്ഞാൽ സാഹചര്യത്തിൽ വന്നാൽ പിന്നെ സംഭവിക്കും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ മിടുക്കന്മാർക്കും ആൺകുട്ടികൾക്കും കഴിയുള്ളൂ. പക്ഷെ എനിക്കറിയാം, ഏത് സാഹചര്യത്തിലും തോന്നിയാസം ചെയ്യാത്ത ആൾക്കാരെ എനിക്കറിയാം. എന്റെ ജീവിതത്തിൽ എനിക്ക് പരിചയമുണ്ട്. അവരെ മുമ്പിൽ സുന്ദരി പെണ്ണുങ്ങളല്ല, ലോകസുന്ദരിനെ കൊണ്ടുപോയെടുത്തിയാലും അവരെ പണി ഓലെടുക്കും. അങ്ങനത്തെ ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ 90% ആളുകൾക്കും കഴിയില്ല, അതിനൊന്നും കഴിയില്ല. ഇത് ഞാൻ പിൻവലിച്ചിട്ടോ ആ പുസ്തകങ്ങൾ വായിക്കാനും പോണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ എന്നാ പിന്നെ ഈമാൻ എനിക്കുണ്ടോന്ന് ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഈ അത് കണിവലേക്ക് വിടാൻ നിൽക്കണ്ട. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഒരേ രീതിയിൽ ഈമാൻ എപ്പോഴും നിലക്കൂലെന്ന് ഉറപ്പാണ്. അതിങ്ങനെ കൂടും കുറയും, കൂടും കുറയും. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ വലിയ വതിയ ഈമാന്റെ സമുന്നതമായ സ്ഥാനത്ത് വിരാജിച്ച രാജാത്തിയായിരുന്നു. ഒരിക്കൽ അവരെ മുമ്പിൽ ഒരു സുന്ദരി പെണ്ണ് വന്നു. അവരെല്ലാം ആഹാരവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാ. സുന്ദരി പെണ്ണ് വന്നപ്പോ മുമ്പില് ഒരു കണ്ണാടി ഉണ്ട്. എടുത്ത് നോക്കിയപ്പോ കണ്ണാടി കയ്യിൽ നിന്നാണ്ട് വീണു. ഈ സുന്ദരി പെണ്ണിന്റെ കയ്യിൽ നിന്ന് കണ്ണാടി വീണു. അപ്പൊ ചിലി എന്ന് പറഞ്ഞിട്ട് അത് വീണു ഒച്ചപ്പെട്ടു. റാബിയത്തുൽ അദവി പറഞ്ഞു, ആ കണ്ണാടി പെണ്ണിനോട് വയലു പറഞ്ഞിട്ടാണ് ആ വീണ് പറഞ്ഞു. വയലു അറിയാം, കണ്ണാടി നിന്നോട് സംസാരിച്ചു, നീ മനസ്സിലാക്കിയോ? അതിന്റെ ചിളി എന്നുള്ളത് നിന്നോട് സംസാരിച്ചതാണ്. ഇതാണ് കൽബ്. കണ്ണാടി ഒരു കൽബ് പോലെയാണെന്നാണ്. എന്തേന്ന് വെച്ചു, ഞാനൊരു പാവം കണ്ണാടി, എന്നിൽ പല മുഖങ്ങളും പതിയാറുണ്ട്. വിരൂപ മുഖങ്ങൾ, സൗന്ദര്യ രൂപങ്ങള്, വികൃത രൂപങ്ങള് എല്ലാം പതിയാറുണ്ട്. ഇപ്പൊ എന്നിൽ പതിഞ്ഞ, കണ്ണാടിയാകുന്ന എന്നിൽ പതിഞ്ഞ ഈ രൂപം വികൃതമല്ലാത്ത, വൈരൂപ്യമല്ലാത്ത അതിസുന്ദരമായ രൂപമാണ്. ഇനിയൊരു വികൃത രൂപം എന്നിൽ പതിയാതിരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഇതുപോലെയാണ് കൽബ്. കൽബിൽ പലതും ഇങ്ങനെ പതിഞ്ഞുകൊണ്ടിരിക്കും, പതച്ചുകൊണ്ടിരിക്കും. അതിൽ വികൃത ചിന്തകൾ ഉണ്ടാവും, വിരൂപ ചിന്തകൾ ഉണ്ടാകും, സൗന്ദര്യ ചിന്തകൾ ഉണ്ടാവും. ലാസ്റ്റ് ശ്വാസ സമയം ഈ കണ്ണാടി പോലെ ഇനിയൊരു ചീത്ത രൂപം പതിയാതെ നല്ല രൂപം പതിഞ്ഞുകൊണ്ടിരിക്കുമ്പോ മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അതിനെന്ത് വേണം? റാബിയത്തുൽ അദവി തന്നെ ഒന്നും കൂടെ പറയട്ടെ. അവരൊരിക്കൽ വീടിന്റെ പുറത്തു വന്നിട്ട് ഇങ്ങനെ തെരയാണ്. മനുഷ്യന്മാരെ ബുദ്ധി ലെവലാക്കാൻ വേണ്ടി അവർ ചെയ്തൊരു പരിപാടിയാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, ബീവിത്ത് എന്താ തെരയുന്നെന്ന് ചോദിച്ചു. എന്റെ ഒരു സൂചി പോയിട്ടുണ്ട്, തെരയാണെന്നാണ്. അപ്പൊ പെണ്ണുങ്ങളൊക്കെ തെരയാൻ കൂടി. ഒരുപാട് തെരഞ്ഞിട്ടും കിട്ടിയില്ല. അപ്പൊ ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു, ഇവിടെ ഇത് ഇല്ല, ഉണ്ടെങ്കിൽ കിട്ടുക, എല്ലായിടത്തും തെരഞ്ഞിക്കണ പറഞ്ഞു. അതിന് പോയത് ഇവിടെ അല്ല. എവിടെന്ന് വെച്ച് അത് പരന്റെ ഉള്ളിലാണ് പോയിക്കണത്. ഇപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എല്ലാരും കൂടി ചിരിച്ച്, കാരണം കളിയാക്കണ പരിപാടിയാണ്. അടുക്കളയിൽ പോയ സൂചി കൊലായ്മ തെരഞ്ഞ കിട്ടുവോ? അപ്പൊ ആൾക്കാരൊക്കെ എന്താ ഇത് കാണാൻ, തലക്ക് പ്രശ്നമൊന്നുമില്ലേനോ അതെല്ലാം. അപ്പൊ വീടിന്റെ ഉള്ളിൽ പോയ സൂചി എങ്ങനെ ഇപ്പൊ കൊലായ്മ തെരഞ്ഞ കിട്ടണ വെച്ചു. കിട്ടൂല, ഇല്ല. എന്നാ അതന്നെ ഇപ്പൊ നിങ്ങളെ പണിയെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ തെരഞ്ഞെടുത്ത് പഠിച്ചോനെ കിട്ടൂല. അതിനാണ് ഈ പരിപാടി. നിങ്ങൾക്ക് പഠിച്ചോനെ കിട്ടും വേണം, സ്വർഗം കിട്ടും വേണം. പക്ഷെ തെരയണ സ്ഥലം ശരിയല്ല. സ്ഥലം മാറിയാ കിട്ടും. അതാണ് നമ്മക്കൊന്നും, നിങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, എന്നെ കുറിച്ച്. ഈമാന്റെ ആനന്ദം കിട്ടാത്ത എന്താ വെച്ചാൽ, ആനന്ദം കിട്ടുന്ന പരിപാടിയിലല്ല, ആ സ്ഥലത്തല്ല ഇപ്പൊ ഉള്ളത്. ഇവിടുന്ന് ഇപ്പൊ എത്ര അള്ളാനോട് വെച്ചാലും ആനന്ദം കിട്ടൂല. അത് സ്ഥലം മാറണം. എങ്ങനെ സ്ഥലം മാറുക? കൽബോണ്ട് മാറണം. കൽബോണ്ട് എങ്ങനെ മാറുക? കൽബിന്റെ ഉള്ളിൽ ഈമാന് വലിയതാണ്, ആഖിറം വലിയതാണ്, എന്നാ കിട്ടും. എന്നാ ത്യാഗങ്ങൾ പോലും രസമായിട്ട് മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഈമാൻ. അപ്പൊ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. നമ്മളെ ഉള്ളിന്റെ ഉള്ളിൽ ആഖിറം 1, ദുനിയാവ് 2 എന്ന് എന്നാണോ ആവണത് അന്ന് വരെ ഈമാന്റെ രസം കിട്ടൂല. ഉറപ്പാണ്. അത് അങ്ങനെ തന്നെയാണല്ലോ ഉസ്താദ്. എപ്പോ അല്ല, അടുത്ത് എന്റെ കുടുംബത്തിൽ ഒരാൾ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ, മൂപ്പരെ കൂടെ യാത്ര ചെയ്യാൻ പറ്റൂല. അപ്പൊ ഈ കേട്ടാള് എന്തെന്ന് വെച്ചാല്, ബാങ്ക് കൊടുത്താ പിന്നെ നിസ്കരിക്കണം. അതിപ്പോ ലൂറൊക്കെ അസർ ബാങ്ക് കൊടുത്താല് രണ്ടും കൂടിയാണ്ട് കൂട്ടി നിസ്കരിച്ചാ പോരെ. ഈ പറഞ്ഞ ആള് നിസ്കാരത്താൻ പിള്ളാളാ. എത്ര തിരക്കാണെങ്കിലും മൂപ്പര് നിസ്കാരം കള്ളാക്കൂല. പിന്നെ ഇപ്പൊ പോയാ നമ്മളും കുടുങ്ങല്ലേ. നോക്കാ നിങ്ങള്, ഈമാന്റെ രസം കിട്ടുവോ? എത്ര അധ്വാനിച്ചാലും കിട്ടുവോ? നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാരങ്ങനെ ഉണ്ട്. നിസ്കരിക്കും, കല്യാണ തിരക്കിൽ നിസ്കരിക്കൂല. നിസ്കരിക്കും, യാത്രയാണെങ്കിൽ നിസ്കരിക്കൂല. ഇവര് ഇനി ഖിയാമത്ത് നാൾ വരെ ദ്വാരുന്നൊരു കാര്യമില്ല. ഈമാന്റെ രസമുണ്ട്, അത് കിട്ടൂല. ഉറപ്പാണ് കിട്ടൂല, ഒരിക്കലും കിട്ടൂല. പടച്ചമ്പുരാനെ കൂടെ പോയാലും നിസ്കരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ പൈനൊക്കെ? ഇതൊക്കെ താമ്പുള്ള ആൾക്കാരെ പറയണേന്ന്. അതാ നമ്മള് പറഞ്ഞത്, ആഖിറും അള്ളി ഒന്നാകണത് എന്നോ അന്നല്ലാതെ ഈമാന്റെ രസം ഇളകൂല. ഈമാന്റെ രസം കണ്ട് ഇളകി കിട്ടിയാലോ ഹംദലാന്റെ അനുഭവങ്ങൾ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റളിയല്ലാഹു. അതുകൊണ്ട് ഈമാൻ എപ്പോഴും ഒരേ പൊസിഷനിലല്ല, അത് കൂടും കുറയും, കൂടും കുറയും. അപ്പൊ അത് കൂടാനുള്ള വഴിയിലാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത്. ഇൻഷാ അല്ലാഹ് അതിന്റെ മാർഗങ്ങളും വഴികളൊക്കെ ഈമാന്റെ ബാബിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ സ്വാംശീകരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. അല്ലാഹുവേ പറഞ്ഞതും കേട്ടതും കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ കരീം ഖാൻ നമ്മുടെ സാസിൽ എപ്പോഴും വന്നിരിക്കുന്ന ആൾ, അദ്ദേഹത്തിന്റെ മകള് എന്തായി? നിങ്ങളെ മകളെ കുറിച്ച് പ്രസവിച്ചില്ലേ? സുഖപ്രസവല്ലായിരുന്നു. ഇന്നലെ ദ്വാരക്കാൻ പറഞ്ഞ് പറ്റ മറന്നു പോയതാണ്. അതുകൊണ്ട് ഇന്ന് ദ്വാരക്കാണ്. പ്രസവിച്ചില്ലേ? അല്ലാഹു തആല ഹൈറായി കൊടുക്കട്ടെ. അല്ലാഹുവേ നിന്റെ ദീനിന് വേണ്ടി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. നല്ല സമയത്ത് നല്ലത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മരണം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ദുനിയാവിൽ ആരോഗ്യവും സന്മനസ്സും സമാധാനവും നൽകണേ അല്ലാഹ്. ഹിദായത്ത് ഈമാനും വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന്, മാരണങ്ങളിൽ നിന്ന്, മാരക രോഗങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന് കാക്കണേ അല്ലാഹ്.
അതിരാവിലെ തന്നെ ഹബീബിന്റെ തിരുവചനങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്ന ഈ സഹോദരന്മാർ ഞങ്ങളെല്ലാവരെയും നീ ഹായിബാക്കല്ലേ അല്ലാഹ്. അവരുടെയൊക്കെ കച്ചവടങ്ങളിൽ, യാത്രകളിൽ, അവരുടെ ഉദ്യോഗങ്ങളിൽ, അവരുടെ ചിന്തകളിൽ, പദ്ധതികളിൽ, വീടുകളിൽ, സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഞങ്ങളുടെ ഇതിലൊക്കെ നീ ഖൈറും ബർക്കത്തും നിറച്ചേർണേ അല്ലാഹ്. കടത്തിൽ കൊടുക്കല്ല അല്ലാഹ്, ശത്രുക്കളാൽ പരാജയപ്പെടുത്തല്ല അല്ലാഹ്, അപമാനിതരാക്കല്ല അല്ലാഹ്. അള്ളാഹു രണ്ട് ലോകത്തും ഇസ്സത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ അല്ലാഹ്. മക്ക മദീനകളിൽ എത്തിക്കണേ അല്ലാഹ്. അതിന്റെ തടസ്സങ്ങളിൽ നിന്ന് രക്ഷ നൽകണേ അല്ലാഹ്. നല്ല സമയത്ത് നല്ല മരണം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാളത്തെ തറവാട് സ്വർഗമാക്കി തരണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വർഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار واغفر لوالدينا ولأساتذتنا ولمن دفنوا حوالينا واغفر لنا يا غفار وانصرنا يا نصير وهب لنا يا وهاب واستر عيوبنا يا ستار واحفظنا يا حفيظ وافتح لنا يا فتاح يا رحمن يا عليم يا حليم يا سميع يا بصير يا حكيم يا ودود برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.